ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഞാനും ഉണ്ട്, ഞാനും അതിൻ്റെ കൂടെ ഞാനും അത്രയേ വിളിച്ചതിന്റെ വലിയ കാരണം പറയാം. ഞാൻ ഇന്നൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന് ധൈര്യം തന്ന ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പം ചേച്ചീനെ ഈ വേദിയിലേക്ക് വേണം. നമസ്കാരം. സത്യം പറഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ. ഞാനും അങ്ങനെ ഒരു കടുക ഇപ്പൊ ചെയ്തേച്ചിരിക്കുക. മുമ്പ് കുറച്ചു മുമ്പൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ വേറെ പണിയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം മറ്റ് പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടമായിക്കോട്ടെ, വർക്ക് ചെയ്യാത്ത പടമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടെ ഒന്നുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന്, ഞാൻ അഭിലാഷിൻ്റെ ഒരു സിനിമയും വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തൊന്നും ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാൻ തോന്നും. ചില ആൾക്കാർ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷനിലുണ്ടെന്നുള്ളത്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളം ആയി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരി മെരി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് അടുത്ത നടിയാണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ വെച്ച സിനിമ, 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവര്. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സരിത എന്നൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രീപ്രിയയ്ക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരു ആഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അന്നൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കിൽ നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുക്കറത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ, സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ, ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ഷൂട്ട് റിപ്പോർട്ട് ചെയ്തു. കന്നഡത്തിൽ 1-2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്നു ഭവിക്കുക, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു സിനിമ അരുണാചൽ പ്രദേശിൽ ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞ, ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു സബ്ജക്റ്റ് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, നമ്മുടെ ഇട്ടാവട്ടത്ത് നിങ്ങൾ പോയി എനിക്കിഷ്ടമല്ല, ഞമ്മളെക്കാളും വല്ല മലയിടിച്ചിലോ വല്ല രീതിയിൽ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് വീഡിയോ ഒന്നും എത്താനൊക്കത്തില്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോൾ, അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റാണ്, പിന്നെ വിപിൻ നമ്മുടെ ഈ ടി വി തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം വന്നു. വളരെ സൈലൻ്റായിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് തമിഴായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ തമിഴിലാണ് സിനിമ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സിനിമയാക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ്, അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷ് ചേട്ടൻ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ആളോട് വേറെ ആളേത് എങ്ങനെ ഇരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷ് ചേട്ടനൊക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ, ഇന്നത്തെ മലയാളം ആയതിന് പറയാതിരിക്കാൻ നിർത്തിയിട്ടില്ല. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി, മലയാളം ബൈലിംഗ്വലായിട്ട് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ ഞാൻ.
എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും. പക്ഷെ ഇന്നിപ്പോൾ ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു, വേറെ നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായന വല്ല അബദ്ധങ്ങളും വല്ല വീഴുമോ, എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെണ്ട്, എന്താണ് ഇത് ഒരു പിടിയും കിട്ടത്തില്ല കേട്ടോ. പിന്നെ എന്നെ ഈ ചിന്തച്ചും ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അത് ഞാൻ കാണാൻ കഴിയില്ല. അല്ലപ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പം അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തുകൂടെ ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി, കുഞ്ഞാറ്റയ്ക്ക് അത് എന്താ ഒരു കുഴപ്പമൊന്നുമില്ല. അവിടെ ഇൻഡിവിജ്വലായിട്ടൊരു നായികയായിട്ടൊരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമെന്നൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിന് മുൻപ് നാടകം, നൃത്തം, അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർഡമിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം എന്നൊന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്ത സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് മോള് ഇതിലോട്ട് വരുന്നത്. അപ്പം നല്ല കാര്യം, സന്തോഷം. അപ്പോൾ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങൾ കൂടെ വേണ്ടി വരും. കാരണം ഒരു ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഈ ക്യാരക്ടർ ഇന്ന മുകേഷേട്ടൻ ചെയ്യുന്ന പോലെ ഒരു റോള്, പിന്നെ സിദ്ദിഖ് ചെയ്യുന്ന പോലെ ഒരു റോള്, ഇവർ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്ന പോലെ പറഞ്ഞായതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ള മൂവി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോന വന്നോ? മോൻ്റെ പടത്തിൻ്റെ പൂജ മാറ്റി വെച്ചു. മോനെ അറിയത്തില്ല അരവത്തിൻ്റെ നമ്മുടെ ഡയറക്ടർ മോന് വാ. ഞാനെന്നെ ചോദ്യം ചെയ്ത് എൻ്റെ കൈ കാണിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോഴും ശ്രദ്ധിച്ചു മോനെ. മോൻ്റെ പടത്തിൻ്റെ പൂജയുണ്ട് കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറ്റി, ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി. അല്ല, ഞാനിങ്ങനെ നോക്കി കറക്കി ഇങ്ങനെ നോക്കി വന്നപ്പോൾ മോൻ എൻ്റെ ഇടയ്ക്കൂടെ കണ്ടു അങ്ങനെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കാണ്ട് കുറേ പേരുണ്ട്. ഞാൻ പക്ഷേ അജയൻ, എൻ്റെ അനിയൻ അജയൻ, ബിബിൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. മേജറിനെ കുറിച്ച് രണ്ടു വാക്ക് ഇപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുറ്റമല്ല കേട്ടോ. അയ്യോ, നിങ്ങൾ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പിള്ളേരെ ഭയങ്കര ആൾക്കാരാണ്. മേജറിനെ കുറിച്ച് ഭയങ്കര എന്തോ ഒരു കുറ്റം പറയാൻ അതല്ല, നല്ല കാര്യം. എന്താ അറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത്, എവിടെയോ ഇങ്ങനെ ഹൃദയത്തിലൊരു സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നുമല്ലോ. മേജറിന്റെ അനിയൻ കണ്ണനെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മോളെ പ്രസവിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചമാര് അവരെല്ലാവരും ഉണ്ട്. എൻ്റെ അപ്പച്ചയൊക്കെ എൻ്റെ മോളെ വളർത്തി നോക്കാൻ. പക്ഷെ അതിന് മുമ്പ് തന്നെ മോള് വയറ്റിലൊരു 6 മാസം ആയപ്പോൾ തന്നെ യാദൃശ്യമായിട്ട് ഞാൻ ഷൊർണൂരൊരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് മിഴറില്ല. ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നു, ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ 3 മാസം കുളിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാ ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. എനിക്ക് എൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു. അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഷായവും ഒക്കെ തന്നിരുന്നതും ഒക്കെ. കുഞ്ഞിനെ പ്രസവിച്ച് 3-ാം മാസം ആയപ്പോൾ അവ പറഞ്ഞു, മോളെ ഇനി പോരെ, തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. എന്തായിരുന്നു എന്നോട് തോന്നി അവർക്ക് തോന്നിയ അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്നും മനസ്സിലാകത്തില്ല. എനിക്ക് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഷൊർണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ എന്നുള്ളവർ പറയുന്നത്. കണ്ണനെ ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ആ ഒരു ഓർമ്മ അറിയാൻ വഴിയില്ല. ചിലപ്പോൾ കേട്ടു ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിവേ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. കുറേ പേരുണ്ട് സംസാരിക്കാൻ. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ മോക്കും. ഓൾ ദി ബെസ്റ്റ്. അഭിലാഷിനും ആരതിക്കും എല്ലാവർക്കും, വിപിൻ, ഈ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്നാവട്ടെ, എല്ലാം കൊണ്ട് നന്നാവട്ടെ. ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു എന്താ പറയുക ഒരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേച്ചി ഞങ്ങളുടെ കൂടെ കോ പ്രൊഡക്ഷൻ ഉണ്ട്, അത് മാത്രം പറയാം. ഇപ്പൊ കേട്ടല്ലോ, ആരെങ്കിലും ഒരാൾ പറഞ്ഞ പോലെ
അപ്പം ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഞാനും ഉണ്ട്, ഞാനും അതിൻ്റെ കൂടെ ഞാനും, അത്രയും. താങ്ക് യു ഉർവശി ചേച്ചി, താങ്ക് യു വെരി മച്ച്. വേദിയിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫോർ